നിന്നൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഭിക്ഷ എടുപ്പിക്കോടാ ഞാൻ. അങ്ങനെ ഭിക്ഷ എടുക്കേണ്ടി വന്നാലും നിന്റെ വീട്ടുപടിക്കലേക്ക് ഞങ്ങൾ വരില്ല. ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരുത്തനെ അതിന്ന് പിന്തിരിപ്പിച്ചത് ശരിയായില്ല സാറേ. അവൻ ജാമ്യത്തിലിറങ്ങിയെങ്കിലും അവന്റെ കൈകൾ ശുദ്ധമാണെന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല മാർക്കോ. അതുകൊണ്ടാ ഞങ്ങൾക്ക് അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ജീവിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടുമ്പോൾ മഞ്ജു പരാജയപ്പെട്ട് തിരിച്ചു ചെല്ലും എന്നാണ് അവന്റെ വിചാരം. അങ്ങനെ മഞ്ജുവിനെ പരാജയപ്പെടുത്താൻ നമ്മളൊട്ടും ഉദ്ദേശിക്കുന്നുമില്ല. നാളെ ആവട്ടെ, അവനറിയും. അവനെ അറിയിക്കും ഞാൻ. നീ ഇവിടെ നിന്നാ മതി, ഞാൻ പോയിട്ട് വരാം. ഞാനും കൂടെ വരാടാ, അവനെ എനിക്കൊന്ന് കാണണം. വേണ്ടടാ, നമ്മൾ രണ്ടാളും കൂടെ പോയി വരട്ടാനും മാത്രം യോഗ്യതയൊന്നും അവനില്ല. ഈ പെണ്ണുങ്ങളോട് മോശമായി പെരുമാറുന്നവനൊക്കെ നട്ടലില്ലാത്തവന്മാരായിരിക്കും, ആണത്തമില്ലാത്തവന്മാരായിരിക്കും. അത്തരക്കാര് രണ്ട് തല്ലുകൊണ്ടാലും ഭയന്ന് മാറത്തേ ഉള്ളൂ. ഇത് ഒരുതരം ഞരമ്പ് രോഗമാണ്. നിന്നെ കണ്ടു കഴിയുന്നോടെ അവൻ ഉറപ്പായിട്ടും മഞ്ജുവിനെ തിരികെ വിളിച്ചിരിക്കണം. തിരിച്ചു വിളിച്ചില്ലെങ്കിൽ അവൻ പിന്നെ ഈ ടെക്സ്റ്റൈൽസിൽ കാണില്ല. ഈ നാട്ടിൽ പോലും അവന് പിന്നെ ജീവിക്കാൻ വലിയ പാടായിരിക്കും. നിന്നെ ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാവുന്നോണ്ട് കാണുമ്പോഴേ ഒന്നും വിരളും. എന്നെ അവൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ പേര് പറയുമ്പോൾ എന്തായാലും അറിയാതിരിക്കില്ല. മേഘന് കൊടുക്കുന്ന അടുത്ത അടിയാണിത്. ഇതവന് കിട്ടുന്ന ഏറ്റവും വലിയ ഷോക്കാണെന്നൊന്നും ഞാൻ പറയില്ല. സാഗറിനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയത് അവനാണെങ്കിൽ അതിനുള്ള തിരിച്ചടി പിന്നാലെ കൊടുക്കണം. അവൻ ഒരിക്കലും മറക്കാത്ത വലിയൊരു ദുരന്തം അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണം. ഞാൻ ദേ വരുന്നു. ഹലോ സാറേ, അറിയോ എന്നെ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിവിടെ ഡ്രസ്സ് എടുക്കാൻ വരാറുണ്ട്. ഓ, അങ്ങനെയായിരിക്കും അപ്പം കണ്ടത്. കണ്ടത് അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല. അത്യാവശ്യം നിന്നെ പോലുള്ളവരുടെ ദേഹത്ത് കൈവയ്ക്കാറും നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാറും ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പേര് മാർക്കോ. അയ്യോ, എന്താ വന്നത്? അത് പറയാം. വന്നേ. അത് അത് എഴുന്നേൽക്ക്. അയ്യോ, കരയില്ലേ കരയില്ലേ. തല്ലല്ലേ സാർ, കൊല്ലല്ലേ സാർ, വേണ്ട സാർ, കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ സാറേ. നിന്നെ കൊല്ലുകയല്ലടാ. ഈ ടെക്സ്റ്റൈൽസിലെ സകല ജീവനക്കാരുടെയും പ്രത്യേകിച്ച് പെമ്പിള്ളേരുടെ മുന്നിലിട്ട് തല്ലി ചതക്കുകയും അവരെ കൊണ്ട് കരണത്തടിപ്പിക്കുക ചെയ്യേണ്ടത്. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സാർ. ചെയ്തിട്ടില്ലേ? എടാ, ജീവിക്കാൻ മാർഗമില്ലാത്തോണ്ടാ പല പെൺകുട്ടികൾ ഇവിടെ ജോലിക്ക് വരുന്നത്. അവർക്ക് മാസാമാസം കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്ന മുതലാളിമാരെ നാറ്റിക്കുന്നതിനൊപ്പം നീ പറയുന്നത് അവർ കേൾക്കണം. ആടാ. അയ്യോ സാർ, അങ്ങനൊന്നും ഇല്ല. ഇല്ലേ? പിന്നെന്തിനാടാ നീ മഞ്ജുവിനെ പറഞ്ഞു വിട്ടത്? നീ മഞ്ജുവിനോട് എന്താടാ ചെയ്തത്? അത് പിന്നെ പറയണം.
ആ മേഘം പറഞ്ഞിട്ടില്ലടാ നീ അവളെ പറഞ്ഞു വിട്ടത്. അതെ. അതെ. എന്നാലേ അങ്ങനെ പറഞ്ഞു വിട്ട അതേ നാവ് കൊണ്ട് നീ അവളെ തിരിച്ചു വിളിക്കണം. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ ജോലി ചെയ്യാനും പറ്റണം. ഓ, ഞാൻ പറഞ്ഞാലേ ഈ നാട്ടിലെ പല മുതലാളിമാരും അവൾക്കൊരു ജോലി കൊടുക്കും. പക്ഷേ ഇപ്പോ നീ അവൾക്കുണ്ടാക്കിയ അപമാനം നീ തന്നെ തീർക്കണം. ഓ, ഞാൻ തീർക്കാം. അല്ലെങ്കിൽ പലരും ചോദിക്കും ജോലിക്ക് കയറിയതിന്റെ പിറ്റേ ദിവസം തന്നെ എന്താ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയേന്ന്. ആ, ആ. അപ്പൊ നീ പറഞ്ഞു നടക്കും മഞ്ജുവിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണെന്ന്. അത് പാടില്ല. അയ്യോ. നിന്റെ നാവ് കൊണ്ട് നീ മഞ്ജുവിനെ കുറിച്ച് നല്ലതേ പറയാവൂ. ഓ, അവളോട് നല്ല കാര്യങ്ങളെ സംസാരിക്കാവൂ. ഓ, ഞാൻ ഏറ്റു. ഒരു സ്റ്റാഫിനോട് ഒരു മാനേജർ എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രീതിയിൽ വേണം ഇനി നീ മഞ്ജുവിനോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യാൻ. അത്രേ ഉള്ളൂ അണ്ണാ, അത്രേ ഉള്ളൂ. ദേ, ഇതാരും അറിയരുത്. ഞാൻ മഞ്ജുവിനെ തിരികെ വിളിച്ചോളാം. അറിയണ്ടേന്ന് ഞാൻ തീരുമാനിക്കാം. ആദ്യം നീ പറഞ്ഞത് ചെയ്. ഓ, എന്റെ പെങ്ങളാണ് മഞ്ജു. എന്തെങ്കിലും തരത്തിൽ നീ കാരണം അവളുടെ കണ്ണ് നനഞ്ഞ അതിന്റെ ഇരട്ടി നിനക്ക് കരയേണ്ടി വരും. നിന്റെ നട്ടല് ഞാൻ തല്ലി ഓടിക്കും. മഞ്ജു അണ്ണന്റെ പെങ്ങളാണെന്ന് ഒന്ന് പറഞ്ഞുവിടായിരുന്നോ? എന്റെ സ്വന്തം പെങ്ങളൊന്നുമല്ല, ഓ, പെങ്ങളെ പോലെയാ. ഞാൻ സ്നേഹിക്കുന്നവരെ നോവിച്ച നിന്നെ പോലെയുള്ള നീർക്കോലികളൊക്കെ അതിന്റെ ഇരട്ടി ഞാൻ നോവിക്കും. ഓ, എന്റെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ട്. വേണമെങ്കിൽ നീ CCTV നോക്കിയോ? വേണ്ട. അവനെ ഞാനിങ്ങോട്ട് വിളിക്കാതിരുന്നതാ. അവൻ വന്നു കഴിഞ്ഞാലേ പിന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരുത്തനാ നിന്റെ കാലെ പിടിച്ച് നിലത്തും. വേണ്ട, വേണ്ട. ആ, അണ്ണൻ പറയുന്ന എല്ലാം ഞാൻ ചെയ്തോളാം. ഇനി എന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റും ഉണ്ടാവൂല. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തരുത്. ഇല്ലണ്ണ. വന്നു കഴിഞ്ഞാ പിന്നെ നീ ഇവിടെയെന്നല്ല ഈ നാട്ടിൽ ഒരിടത്തും ജോലി ചെയ്യില്ലെന്ന് മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കത്തുമില്ല. ആ, ഓർത്തോ നീ. അല്ല, ജോലി കളയിച്ചവൻ ചിലപ്പോ ചോദിക്കും എന്തുകൊണ്ടാ അവളെ തിരിച്ചെടുത്തതെന്ന്. ആ സമയത്ത് നീ എന്റെ പേര് പറഞ്ഞാൽ മതി. പിന്നെ അവൻ കമാന്നൊരക്ഷരം മിണ്ടില്ല. കേട്ടല്ലോ? കേട്ടു. ആ, ഓക്കെ. ആരും കണ്ടില്ല. അല്ല, ആരാ വിളിച്ചേ? എന്റെ ഫ്രണ്ടാ അശ്വതി. നാളെ ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലാൻ അവള് പറഞ്ഞു. അല്ല, അവള് പറഞ്ഞ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ? ആ, അവളോടെ മാനേജർ അങ്ങനെ വിളിച്ച് പറയാൻ പറഞ്ഞതാ. അതെന്താ അയാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മനംമാറ്റം? എന്റെ ബലമായ സംശയം മാർക്കോ അയാളെ കണ്ടു കാണുമെന്നാ. അത് ശരിയായിരിക്കും. മാർക്കോ വിരട്ടിയ അത് പോലീസുകാർ വിരട്ടുന്നതിനേക്കാൾ പേടിയായിരിക്കും ആൾക്കാർക്ക്. എന്നുവെച്ചാ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാ മാർക്കോ. സത്യം പറയാലോ, അവനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. ആ മേഘൻ നമ്മളെ പച്ച തൊടിയിക്കത്തില്ലായിരുന്നു. അതെനിക്കും അറിയാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നല്ല ഗുണ്ടകള് ഹൃദയം പറിച്ചു കൊടുക്കുമെന്നാ പറയാറ്. അത് വെറും പറിച്ചിലല്ലെന്ന് മനസ്സിലായതേ മാർക്കോയെ പരിചയപ്പെട്ടതിന് ശേഷമാ. കഞ്ചാവ് കേസിൽ ഞാൻ പിടിക്കപ്പെട്ടപ്പോൾ എന്നെ ഒരുപാട് വിമർശിക്കുകയും തല്ലാൻ വരികയൊക്കെ ചെയ്തെങ്കിലും അവിടെ ഞാൻ നിരപരാധിയാണെന്ന് മാർക്കോയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്. ആ, മേഘൻ നമ്മളെ ചതിച്ചതാണെന്ന് നമ്മളെപ്പോലെ തന്നെ മാർക്കോയ്ക്കും ലോപ്പസിനൊക്കെ അറിയാം. പിന്നെ അതിന് വ്യക്തമായ തെളിവ് കിട്ടാത്തതുകൊണ്ട് നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നാളെ പോണോ? എന്താ മഞ്ജുന് തോന്നുന്നത്? ഇനി എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടവൻ വീണ്ടും എന്നെ ചതിക്കാനായിരിക്കോ വിളിക്കുന്നത്? അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ ഞാനും കൂടെ വരാം.
എന്റെ ബലമായ വിശ്വാസം ഇതിന്റെ പിന്നിൽ കളിച്ചത് മാർക്കോ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സാഗരേട്ടൻ കൂടെ ഉണ്ടെങ്കിലേ പിന്നെ എനിക്ക് ഒരു പ്രശ്നവും. നാളെ അവിടം വരെ പോയി നോക്കാം. പിന്നെ എനിക്ക് ഗുണമില്ലാത്ത ഒരു കാര്യത്തിനും എന്തായാലും അശ്വതി വിളിക്കില്ല. അവളാണല്ലോ എനിക്കവിടെ ജോലി കിട്ടാൻ കാരണക്കാരി. നിന്നെ മാർക്കോ സ്വന്തം പെങ്ങളായി കരുതിയാ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിനക്കൊരു പരിക്ക് പറ്റിയ അതിന് കാരണക്കാരനായവന് തക്കതായ ശിക്ഷ അവൻ നൽകിയിരിക്കും. ഇപ്പോ മാർക്കോ എന്റെ സുഹൃത്താണെങ്കിലും നിന്നെ ഞാൻ വഞ്ചിക്കുകയാണെങ്കിൽ അവൻ എന്നെ പോലും വെച്ചേക്കത്തില്ല. നിന്റെ സ്വന്തം ആങ്ങള നിന്നെ തള്ളിക്കളഞ്ഞപ്പോ നിനക്ക് ഈശ്വരൻ തന്ന കൂടപ്പിറപ്പാ മാർക്കോ. അതുകൊണ്ട് അവനെ ഏത് പാതിരാത്രിക്കും വിശ്വസിക്കുക. കയറുമോളെ. മോളെ, മോളിനി ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. മോക്ക് ഇനി അമ്മയാകാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? പിന്നെ വിഷമിക്കേണ്ട കാര്യം എന്താ? മോളെ, മോളെ എന്താ ഒന്നും പറയാത്തെ? എന്റെ മോള് കരയല്ലേ? എത്രയോ പെൺകുട്ടികൾക്ക് ഇതുപോലെ നഷ്ടപ്പെടുന്നു എന്ന് വെച്ച് അവരെല്ലാം കരഞ്ഞ് കാലം കഴിക്കുകയാണോ? ഇവള് സാധാരണ നിലയിലേക്ക് വരാൻ കുറച്ച് ദിവസമാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഒന്നും പറയണ്ട, പോവാം. ഇത്രയും കാലം മോൾ ആവശ്യപ്പെട്ടതെല്ലാം എനിക്ക് നേടിക്കൊടുക്കാൻ പറ്റി. പക്ഷേ വിവാഹം കഴിഞ്ഞതോടെ എനിക്കത് സാധിക്കാതെയായി. നീ ഒരിക്കലും ഇവക്ക് ചേർന്ന പയ്യനായിരുന്നല്ലോ ഉണ്ണി. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ കാരണമാണോ ഇപ്പൊ കുഞ്ഞു പോയത്? നിങ്ങളുടെയൊക്കെ അതിബുദ്ധിയാ എല്ലാത്തിനും കാരണം. പിന്നെന്തിനാ എന്നെ കുറ്റം പറയുന്നത്? കുഞ്ഞുപോയ കാര്യം മാത്രമല്ല, കല്യാണത്തിന് ശേഷം എന്റെ മോള് ലക്ഷ്മിക്ക് താഴെയായിപ്പോയതേ നീ കാരണം തന്നെയാ. അല്ലെങ്കിൽ നിന്റെ അമ്മാവൻ പറഞ്ഞ കള്ളക്കഥയാ എല്ലാത്തിനും നിമിത്തമായത്. മൂത്ത മരുമോൻ വീൽചെയറിലാണ് സഞ്ചാരം, രണ്ടാമത്തവൻ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ കണ്ണനും മുകളിലെത്തി മഹാലക്ഷ്മി. അവളുടെ ഒരു ശമ്പളക്കാരനായി നീ. പോട്ടെ, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? വിടോ, വേഗം വീട്ടിലെത്താം. മോളെ വാ, ഇറങ്ങി. നീ ആ ലഗേജ് ഇങ്ങെടുത്തോ. എന്റെ പൊന്നു മോളെ,
മോള് പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ലമ്മേ. എങ്ങനെ സംസാരിക്കൂടാ? കുഞ്ഞു പോയെന്നറിഞ്ഞതോടെ മോളുടെ സമനില തെറ്റിപ്പോയില്ലേ? എന്റെ മക്കളുവാ. തൊട്ടുപോലെ തന്നെ നിങ്ങൾ എന്റെ ദേഹത്തെ തുടരുത്. അച്ഛനും മുത്തശ്ശിയും ഞാനങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ മോളെ അമ്മ വരാതിരുന്ന്. നിങ്ങൾ വരാതിരുന്ന നന്നായി. വന്നിരുന്നെങ്കില് എനിക്ക് ഇനി സമനില തെറ്റേനെ. പായസത്തിനകത്ത് ഇവളുടെ മോള് വിഷം കലർത്തിയപ്പോ ഇവളും അതിന് കൂട്ടു നിന്ന് മോളെ. എല്ലാത്തിനും ഇവളും സാക്ഷിയാ. അനാവശ്യം പറയരുത്. ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പായസത്തിൽ വിഷം കലർത്തിയത് നിങ്ങളും ഇയാളും കൂടിയാ. നിന്റെ മോളുടെയും മരുമോന്റെയും മരത്തില് വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞുണ്ടല്ലോ, നിന്റെ നട്ടല് ഞാൻ തല്ലിയൊടിക്കും. അങ്ങനെ തല്ലി ഓടിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. ലക്ഷ്മിയോ ഞാനോ കണ്ണനോ നിങ്ങളെപ്പോലെ കൊലയാളിയുടെ മനസ്സുള്ളവരല്ല. തല്ലാനും കൊല്ലാനും ഒക്കെ നിങ്ങളുടെ കൈ വിറക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളുടെ നാവ് പിഴുതെറിഞ്ഞിട്ട് മൂലയെ കൊണ്ടിരുത്തണ. എന്റെ മോളുടെ അവസ്ഥയില് എനിക്ക് വിഷമമുണ്ട് എന്ന് വെച്ച് സ്വന്തം തെറ്റുകൾ എന്റെ മരുമോന്റെ മുന്നിൽ വെച്ച് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. മോനെ, ഇവരെല്ലാവരും കൂടെ തന്നെയാ നിന്റെ കുഞ്ഞിനെ കളഞ്ഞത്. അത് ശരി, പറയടി. ഉണ്ണിക്കൂട്ടനാണ് അങ്ങനെയാണ് പറ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഉണ്ണി എന്റെ മോളെ അങ്ങ് ഉപേക്ഷിക്കുമായിരിക്കും. പൊയ്ക്കോട്ടെ. നിന്റെ മൂത്ത മോളും മരുമോനും ഭരിക്കുന്ന വീട്ടിലേക്ക് എന്റെ മോള് പോയില്ലെങ്കിലും എനിക്കൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇതുവരെ സംസാരിക്കാതിരുന്ന മോളെ നിന്നെ കണ്ടപ്പോഴാ മൂർഖനെ പോലെ ചീറ്റി വീണത്. അത്രയ്ക്ക് ദേഷ്യാടി മോക്ക് നിന്നോട്. ഇതുപോലൊരമ്മേ ഇനി ആർക്കും കിട്ടരുത്. പ്രസവിച്ച മക്കളെ രണ്ടായിട്ട് കരുതുന്ന നിങ്ങളെ പോലൊരമ്മേ. കേട്ടല്ലോ പറഞ്ഞത്. നിനക്ക് രണ്ട് മക്കളും രണ്ടാ. ലക്ഷ്മി നിന്റെ സ്വന്തം മോള്, ആ പോയവള് പുറംപോക്ക്. എന്താ ഞങ്ങൾക്ക് തിരിച്ചാ. അതുകൊണ്ട് ആ പുറംപോക്കിനെ ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മോനെ ഉണ്ണി, ഇനിയെങ്കിലും നിനക്ക് നല്ലവർക്കൊപ്പം നിന്നൂടെ? കരുണയ്ക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തൂടെ? ഈ വീട്ടില് കരുണയുടെ മുന്നിൽ ഒന്നുമല്ലായിരുന്നു അവളുടെ ചേച്ചി. അവര് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാ കരുണയുടെ പാദസേവ ചെയ്യുമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ധാരണ. അതാണ് അമ്മയുടെ മൂത്ത മോള് പൊളിച്ചെഴുതിയത്.
ഇതിപ്പോ എനിക്ക് കമ്പനിയിൽ ഒരു അധികാരവുമില്ല. ഞാൻ എല്ലാവരെയും പോലെ ശമ്പളം വാങ്ങിക്കുന്ന ഒരുത്തം മാത്രം. ആ നിലയ്ക്ക് ഉയർന്നു അമ്മയുടെ മൂത്ത മോള്. അവിടെ പിന്നെ എനിക്കാരെയും ഉപദേശിക്കാൻ പറ്റില്ല. പിന്നെ അമ്മയ്ക്ക് ഉപദേശിക്കാം. അമ്മ സ്നേഹിക്കുന്ന അമ്മയുടെ മൂത്ത മോളെ ഒരു പൊടിക്കൊതുങ്ങാൻ. കണ്ണേട്ടം കൊടുത്ത അധികാരം തലയ്ക്ക് പിടിച്ച് നടക്കാതെ മറ്റുള്ളൊരു മനുഷ്യരാണെന്ന് ചിന്തിക്കാൻ അത്രയെങ്കിലും ചെയ്താ നന്ന്.